ഹായ്. ഇറങ്ങി വരുന്നത് കണ്ടോ എൻ്റെ മണിക്കുട്ടൻ. എങ്ങോട്ടാ ഇറങ്ങി വരുന്നതെന്നറിയോ? ദേ അവനേക്കാളും വലിയൊരു സാധനം അവിടെ ഇരിക്കുന്നത് വലിച്ചുകൊണ്ട് പോണ കണ്ടോ. അപ്പോൾ അവൻ്റെ വാലെന്നെ കമ്പിമ തട്ടിയപ്പോൾ പേടിച്ച് ഓടിപ്പോയതാ. തിരിച്ചു വന്ന് അത് കഴിഞ്ഞ് വീണ്ടും ഇത് വെറുതെ കായ്ത്തൊലി ഒന്നുമല്ല കേട്ടോ, റോബസ്റ്റ് പഴാ. അതിനുള്ളിൽ പഴമുണ്ട്. പക്ഷെ എനിക്ക് പഴമൊന്നും വേണ്ട, ഞാൻ പഴത്തിനേക്കാളും വില കൊടുക്കുന്നത് തൊലിക്കുക കണ്ട. അതെടുത്ത് തിന്നൊന്നുമല്ല, കടിച്ച് 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 അപ്പുറത്തേക്ക് ഇടലാണ് മണിക്കുട്ടൻ്റെ ജോലി. കാണിക്കുന്നത് കണ്ട. പഴം തിന്നടാ മണി എന്നൊക്കെ പറഞ്ഞാലും അവന് വേണ്ട, അവന് തൊലിയ ഇഷ്ടം. നാല് സൈഡും നോക്കിക്കൊണ്ടിരിക്കുക, അവനേക്കാളും വലുതല്ലേ. ഇതും ഒരു താജ്മഹൽ പണിയും എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് മണിക്കുട്ടൻ കിടന്ന് കാണിക്കുന്നത്. കണ്ടെടുത്ത് പൊന്തിക്കുന്നത് കണ്ട. ഞാൻ ഇതല്ല ഇതിനേക്കാൾ വലിയതെടുത്ത് പൊന്തിക്കുന്നുള്ളത് പവറിലാണ് അവൻ നിൽക്കുന്നത്. അതിട്ടെല്ലാം നക്കി നക്കി പഴത്തിലായൊരു തരി എന്താ പറയുക, വെള്ളം പോലെയല്ലേ കണ്ട. കാണിക്കുന്ന അക്രമം നോക്കുക, പൊന്തിക്കുന്ന കണ്ട. അത് നക്കി നക്കി എടുക്കലാണ് അവൻ്റെ ജോലി. കായത്തൊലി മൊത്തം ചിരണ്ടി ചിരണ്ടി ഇട്ട് റെസ്റ്റ് എടുത്ത് കുറച്ച് ചായ ആവാം. ദേ പാൽക്കാപ്പിയാണേ, അത് കുറച്ച് കുടിക്കുക. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട്, മുഖം തുടയ്ക്കാനുള്ള തയ്യാറെടുപ്പ്. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. അപ്പോൾ വീണ്ടും റിട്ടേൺ അന്നത് ഇവൻ്റെ മേത്ത് തന്നെ കയറാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് തന്നെ പോണ് കണ്ട. ആ കൈതോടിയിട്ട് കാണിക്കുന്ന അക്രമം കണ്ട. ഇതാണ് കുട്ടിയുടെ ഇവിടുത്തെ സ്വഭാവം. ഭക്ഷണം നോർമല്, ഡേറ്റിങ്ങാ.